ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു ചെറിയ ഒരു സാധനം എന്താണെന്നറിയാമോ? ഒരു ചെറിയ മോഷണം. അപ്പം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പുല്ല് കട്ട് ചെയ്ത് പുൽക്കൂടിനിടാനാണ്. അതുകൊണ്ട് നമ്മൾ ഇനി നമ്മൾ പുല്ല് പറിക്കാൻ പോവാം. ഞാൻ പറയാം ആർക്കുണ്ടെന്ന്. നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്നേഹമുണ്ട്, നമ്മുടെ അമ്മയുണ്ട്, നമ്മുടെ പപ്പയെ അങ്ങോടെ പോയി. ഞാൻ എന്തോ ഒരു തോക്കും വെച്ച് ഓക്കെ നോക്കിനി അവിടെ പോയിട്ട് ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ പറഞ്ഞതുപോലെ നമ്മൾ പുല്ല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, ചെറിയൊരു പുൽക്കൂടിന് വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെയാണ് പുല്ല് കട്ട് ചെയ്തത്. ഈ പുല്ല് കുറച്ച് അപ്പുറത്തായിട്ട് അവർ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കുറച്ചൊക്കെ പൂവും ഇലയൊക്കെ ആയിട്ട് കൊഴിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ ഫ്രഷായിട്ടുള്ളത് കട്ട് ചെയ്യുവാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വർഷം നമ്മളൊരു പുൽക്കൂട് സെറ്റ് ചെയ്തത് നമ്മൾ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് എടുത്ത് കളഞ്ഞു. അപ്പോൾ ഈ വർഷം നമ്മൾ അതുപോലെ തന്നെ പുതിയതായിട്ടൊരു ചെറിയ പുൽക്കൂട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുല്ലാണ് ഞങ്ങൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പുല്ലൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് നമ്മുടെ പുൽക്കൂട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണാം. പുല്ലൊക്കെ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് നമ്മളിനി ഇത് കൊണ്ടുപോയി ഒന്ന് ബാൽക്കണിയിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അത് ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. ഒരു ബേസ് ബോർഡ്, ഒരു കാർട്ടൺ, ബേസ് ബോർഡ് അത് തന്നെ, ഒരു കാർട്ടൺ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലുണ്ട്. ഇതെല്ലാം അനീഷാണ് സെറ്റ് ചെയ്യുന്നത്, എനിക്കിത് കണ്ടിരിക്കാനേ അറിയത്തുള്ളൂ. അപ്പോൾ അതെല്ലാം അങ്ങനെ ചെയ്തിട്ട് അതിലിങ്ങനെ പുല്ല് വെച്ചിട്ട് നമ്മൾ ചെറിയ നൂല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കും, രണ്ട് സൈഡും കെട്ടി കൊടുക്കും. അതിൻ്റെ ആ മേൽക്കൂര അതും അങ്ങനെ തന്നെ വെക്കും, എന്നിട്ട് അകത്ത് കുറച്ച് പുല്ലിങ്ങനെ എടുത്തിടും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മൾ ലൈറ്റൊക്കെ കൊടുത്ത് ചെറിയ ഡെക്കറേഷൻസൊക്കെ നടത്തി നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ലൈറ്റൊക്കെ ചെയ്ത് ഒരുക്കി നമ്മുടെ സ്റ്റാറുകളൊക്കെ ഇട്ടു. അപ്പോൾ നമ്മുടെ പുൽക്കൂടും നമ്മുടെ ക്രിസ്മസ് ട്രീയും ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയറും.